നമസ്കാരം, എല്ലാവർക്കും സൺഡേ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞാൻ വായിച്ചിഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നുള്ള കഥയിലൂടെയാണ്. ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയൊരു പുസ്തകം, റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് കിയോസാക്കിയുടെ കൃതിയിൽ നിന്നുള്ള കഥയിലൂടെയാണ്. ഡിയർ ഫ്രണ്ട്സ്, റോബർട്ടിന് 2 അച്ഛന്മാരുണ്ടായിരുന്നു. ഒരച്ഛൻ പാവപ്പെട്ടവനായി ചിന്തിച്ചിരുന്ന പാവപ്പെട്ടൊരച്ഛൻ, മറ്റൊരച്ഛൻ പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് അറിയുന്ന സമ്പന്നനായ അച്ഛൻ. ഈ 2 പേരുടെയും ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസമാണ് റോബർട്ടിനെ ലോകത്തെ വലിയ സാമ്പത്തിക ഉരുക്കളിലൊരാളാക്കി മാറ്റിയത്. അതിലൊരു കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം റോബർട്ടും കൂട്ടുകാരും ചേർന്ന് പണത്തെക്കുറിച്ചും ധനസമ്പാദനത്തെക്കുറിച്ചും പഠിക്കാനായി റിച്ച് ഡാഡിനെ സമീപിച്ചു. അവർക്ക് അദ്ദേഹം ഒരു ചെറിയ കടയിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവസരം നൽകി. പക്ഷേ ജോലി കഠിനമായിരുന്നു, ശമ്പളം അതിനേക്കാൾ കൂടി കുറവായിരുന്നു. ഇതനുഭവിക്കുന്ന ആ കുട്ടികൾ ചോദിച്ചു, എന്തിനാണിത്? ഞങ്ങൾ ഏറെ ജോലി ചെയ്യുന്നു, പക്ഷേ ശരിയായ ശമ്പളമില്ല. റിച്ച് ഡാഡ് വളരെ ശാന്തമായി പറഞ്ഞു, ദ പുവർ വർക്ക് ഫോർ മണി, ദ റിച്ച് മേക്ക് മണി വർക്ക് ഫോർ ദം. പാവപ്പെട്ടവർ പണത്തിനായി ജോലി ചെയ്യുന്നു, സമ്പന്നർ പണത്തെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. നോക്കൂ, നിങ്ങളിവിടെയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠമുള്ളത്. പണത്തിനായി മാത്രം ജോലി ചെയ്യുന്നത് നമ്മെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകില്ല. പണത്തെ നമുക്കായി ജോലി ചെയ്യിക്കാൻ പഠിക്കേണ്ടതുണ്ട്. അതായത് ജീവിതം നമുക്കെപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ സമ്മാനിക്കും. റിച്ച് ഡാഡ് പറയുന്നു, ലൈഫ് pushes all of us around. Some people give up, others fight. A few learn the lesson and move on. ജീവിതം എല്ലാവരെയും കശക്കിയെറിയും. ചിലർ കീഴടങ്ങും, ചിലർ പോരാടും, ചിലർ പാഠം പഠിച്ച് മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, നാം ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നാം നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരുമ്പോൾ ഈ 2 മാർഗങ്ങളിലൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. കീഴടങ്ങണോ, പോരാടണോ, അല്ലെങ്കിൽ പാഠം പഠിച്ചു വളരണമോ എന്ന് റോബർട്ടും കൂട്ടുകാരനും ഇതിൽ നിന്നും പാഠം പഠിച്ചു. അവർ പഴയ കോമിക് ബുക്കുകൾ ശേഖരിച്ച് അതിനൊരു ചെറിയ ലൈബ്രറിയാക്കി മാറ്റി. നാട്ടിലെ കുട്ടികൾക്ക് ഓരോ വായനയ്ക്കും ചെറിയ പണം ഈടാക്കി. അതിലൂടെ അവർ നേരിട്ട് ജോലി ചെയ്യാതെ വരുമാനമുണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് പാസീവ് ഇൻകം വരാൻ തുടങ്ങി. അവർ നേരിട്ട് ജോലി ചെയ്തില്ല, പക്ഷേ പണം അവരുടെ പക്കൽ ഒഴുകി തുടങ്ങിയിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നാം പണത്തിനായി കഷ്ടപ്പെടേണ്ടതില്ല, പണം നമ്മോടൊപ്പം കഷ്ടപ്പെടണം. വിന്നേഴ്സ് ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ലൂസിങ്, ബട്ട് ലൂസേഴ്സ് ആർ. ജയിച്ചവർ തോൽവിയെ ഭയപ്പെടുന്നില്ല, തോറ്റവർ മാത്രമാണ് ഭയപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പണത്തിനായി ജോലി ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യുകയാണോ എന്നാണ്. റിച്ച് ഡാഡ് പറയുന്നു, ദ സിംഗിൾ മോസ്റ്റ് പവർഫുൾ അസറ്റ് വി ഓൾ ഹാവ് ഈസ് അവർ മൈൻഡ്. നമുക്കുള്ള ഏറ്റവും വലിയ ആസ്തി നമ്മുടെ മനസ്സാണ്. അതായത് നാം എന്ത് ചിന്തിക്കുന്നു അതിലേക്കാണ് നാം എപ്പോഴും എത്തിപ്പെടുക എന്നത് ഒരു സത്യമാണ്. അതിനാൽ നമ്മൾ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഈശ്വരൻ സമ്മാനിച്ച ഈ മനസ്സിൻ്റെ വാതിലുകൾ മലക്കെ തുറക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കാൽ ചക്രങ്ങൾ കൊടുക്കണം. നമ്മുടെ പണം നമ്മെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയുള്ള പുതിയ വഴികൾ കണ്ടെത്തണം. നമ്മുടെ സാധ്യതകളെ പരിമിതിപ്പെടുത്താതെ സ്വപ്നം കാണണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവസരങ്ങളായി മാറ്റണം. നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. നന്ദി.